ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുവാൽ 2.0. +2 ഇക്കണോമിക്സിലെ നാളെ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ മാത്രം നമ്മളിന്ന് കവർ ചെയ്യുന്നത്. അതായത് ഈ ചോദ്യങ്ങളൊന്നും നോക്കാതെ നിങ്ങളൊരാൾ പോകരുത്. ഓക്കെ, ഒരു ഫൈനൽ റിവിഷൻ എന്നോ പഠിച്ചു കഴിഞ്ഞവരാണെങ്കിലും ഒന്ന് റിവൈസ് ചെയ്യാം. നോക്കി നോക്കാം. നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ഇൻ ഇക്കോണമി ആണ് കേട്ടോ. സെൻട്രൽ പ്രോബ്ലംസ് എന്താ? നമുക്ക് വാട്ട് ടു പ്രൊഡ്യൂസ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. ഇവിടെ എന്താ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്? അവിടെ സൊസൈറ്റിയിൽ ഒരുപാട് വാണ്ട്സ് ഉണ്ട്. ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം? ഹൗ ടു പ്രൊഡ്യൂസിൽ നമുക്ക് രണ്ട് തരം ടെക്നിക്സിൽ ഏത് ചൂസ് ചെയ്യണം? ദർ ആർ 2 ടെക്നിക്സ്, ലേബർ ഇൻറ്റൻസീവ് ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. ലേബർ ഇൻറ്റൻസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതൽ ലേബറും കുറച്ച് ക്യാപിറ്റലും. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് വെച്ചാൽ കൂടുതൽ ക്യാപിറ്റലും കുറച്ച് ലേബറും കേട്ടോ. ഹോം ടു പ്രൊഡ്യൂസിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? ഇവിടെ പ്രോബ്ലം റിലേറ്റഡ് വിത്ത് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അവിടെ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് റിഡക്ഷനും അതുപോലെ തന്നെ ഫാക്ടർ സർവീസസും എഴുതി വെക്കാം കേട്ടോ. ദെൻ അതുപോലെ തന്നെ ഈ ഒരു പാഠത്തിൽ നിന്ന് സെൻട്രൽ പ്ലാൻഡ് ഇക്കോണമിയും അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് ഇക്കോണമിയും മിക്സ്ഡ് ഇക്കോണമി ഒക്കെ ചോദിക്കും. അപ്പോൾ സെൻട്രൽ പ്ലാൻഡ് ഇക്കോണമി എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ സെൻട്രൽ പ്ലാനിൽ ഗവൺമെൻറ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഗവൺമെൻറ് പ്ലാനിങ് അതോറിറ്റി ആണ് ഉണ്ടാവുക. സെൻട്രലൈസ്ഡ് പ്ലാനിങ് ആയിരിക്കും. വെൽഫെയർ ആണ് ഇവിടെ മെയിൻ മോട്ടീവ്. പബ്ലിക് സെക്ടേഴ്സ് മാത്രമാണ് ഇവിടെ ഉണ്ടാവുക. ഇതിൻ്റെ എക്സാമ്പിൾ ചൈന, USSR, റഷ്യയിലും ചൈനയിലൊക്കെ സെൻട്രലി പ്ലാൻഡ് എക്കോണമി ആണ് കേട്ടോ. മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാതും അണ്ടർ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. സെൻട്രൽ പ്രോബ്ലംസ് ഒക്കെ അവർ പ്രൈസ് മെക്കാനിസം ആ ഒരു ത്രൂ ആണ് അവരിത് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുക. UK, USA ഇതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും മിക്സ്ചർ ആണ് നമ്മുടെ ഏത് മിക്സ്ഡ് ഇക്കോണമി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ, പാകിസ്ഥാനിലൊക്കെ ഉള്ളത് കേട്ടോ. ദെൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നോക്കാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുമ്പോൾ ഫുൾ എംപ്ലോയ്മെന്റ് തിയറി ഉണ്ട്. ഫുൾ ആൻഡ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ PPC കർവിൻ്റെ മേലുള്ള പോയിന്റ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിലുള്ള പോയിന്റ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, പുറത്തുള്ളത് അറ്റൈനബിൾ അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ് കേട്ടോ. ദെൻ MOC നോക്കണ്ട, നമുക്കത് 1 മാർക്കിലേക്കാണ് മേ ബി ചോദിക്കുക. 1 മാർക്കിൽ MOC ഇൻക്രീസ് ചെയ്യുമ്പോൾ PPC കർവ് കോൺകേവ് ടു ദ ഒറിജിൻ ആണ്, ഡിക്രീസ് ചെയ്യുമ്പോൾ കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്, കോൺസ്റ്റന്റ് ആകുമ്പോൾ സ്ട്രേറ്റ് ലൈൻ ആണ് കേട്ടോ. 2 ബ്രാഞ്ചസ് ഓഫ് ഇക്കോണമി ഉണ്ട്. ഏതൊക്കെയാണ് 2 ബ്രാഞ്ചസ്? മൈക്രോ ഇക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. എക്സാമ്പിൾസ്: മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വേജ് റേറ്റ്, പ്രൈസ് ഓഫ് എ പെൻസിൽ, ലൊക്കേഷൻ ഓഫ് റിസോഴ്സസ്, പ്രൈസ് തിയറി, റെന്റ് ഫോർ എ ഹൗസ്, ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഓഫ് എ ഫേം ആൻഡ് ഒക്കെ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ്. മാക്രോ എന്ന് പറയുമ്പോൾ GDP, പ്രൈസ് ലെവൽ, അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഫുൾ എംപ്ലോയ്മെന്റ്, ഫിസിക്കൽ പോളിസി, അതൊക്കെ കംപ്ലീറ്റ്ലി ആണ് വരിക കേട്ടോ. ദെൻ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ എന്താണ് യൂട്ടിലിറ്റി എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. വാണ്ട് സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ കമ്മ്യൂണിറ്റി. 2 അപ്രോച്ചസ് ഉണ്ട്, കാർഡിനൽ അപ്രോച്ചസ് ആൻഡ് ഓർഡിനൽ അപ്രോച്ച്. കാർഡിനൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആൽഫ്രഡ് മാർഷൽ ആണ് ഈ ഒരു അപ്രോച്ച് തുടങ്ങിയത്. ഇവിടെ ന്യൂമറിക്കൽ ടേംസ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന പറയുന്ന യൂട്ടിലിറ്റീനെ. ദെൻ നെക്സ്റ്റ് വൺ ഓർഡിനൽ എന്ന് പറയുമ്പോൾ JR ഹിക്സ് ആണ് കേട്ടോ. അതിൽ എഴുതിയിട്ടില്ല ഓർഡിനൽ. ദെൻ ഈ മാർജിനൽ യൂട്ടിലിറ്റിയുടെ നിയമം അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇമ്പോർട്ടൻസ് മാത്രം നോക്കുക. ഓർഡിനൽ അപ്രോച്ച് JR ഹിക്സ് ആണ്. ഇവിടെ ന്യൂമറിക്കൽ ടേംസ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല, നമുക്ക് റാങ്ക് കൊടുക്കാം എന്നാണ് പറയുന്നത്. വി ക്യാൻ ടേക്ക് റാങ്ക് കേട്ടോ. ദെൻ ബഡ്ജറ്റ് ലൈൻ. എന്താണ് ബഡ്ജറ്റ് ലൈൻ നോക്കാം. ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ലൈൻ അല്ലേ, അതായത് ലൈൻ ഓഫ് സ്ട്രേറ്റ് ലൈൻ ആണ് റെപ്രസെൻറ്റിംഗ് ഓഫ് ഓൾ ബണ്ടിൽ ദ കോസ്റ്റ് എക്സാക്ട്ലി ഈക്വൽ ടു കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം ഇൻകം. ഇക്വിലിബ്രിയം അല്ല, കൺസ്യൂമറിൻ്റെ ഇൻകത്തിനോട് എക്സാക്റ്റ് ആയിട്ടുള്ള എല്ലാ ബണ്ടിൽസും കൂട്ടി വരയ്ക്കുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് കേട്ടോ ബഡ്ജറ്റ് ലൈന്. ദെൻ ബഡ്ജറ്റ് ലൈൻ നമുക്ക് ഷിഫ്റ്റ് ആവാം അല്ലേ. കൺസ്യൂമറിൻ്റെ ഇൻകം കൂടുമ്പോൾ കൂടുതൽ P1 ഉം P2 എത്രയാണെങ്കിലും നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങാൻ പറ്റും. ഡിക്രീസ് ആകുമ്പോൾ നമ്മുടെ ഇൻകം കുറയുമ്പോഴാണ് നമ്മൾ കുറവ് വാങ്ങുക കേട്ടോ. ദെൻ പ്രൈസ് ഓഫ് ഗുഡ് വൺ ചേഞ്ചസ്, അതായത് ഒരു ഗുഡിൻ്റെ വില കൂടിയാൽ നമ്മൾ ആ ഗുഡ് കുറച്ച് വാങ്ങുമല്ലോ, ആ ഒരു ഷിഫ്റ്റ് നോക്കുക. ദെൻ പിന്നീട് നമ്മൾ നോക്കുന്നത് ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാറുണ്ട്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, ഷേപ്പ് കോൺവെക്സ് ടു ഒറിജിൻ ആണ്. നമുക്ക് ഹയർ ലെവലിലുള്ള ഇൻഡിഫറൻസ് കർവാണ് നമുക്ക് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. ഡു നോട്ട് ഇൻഡെക്സെറ്റ് ഈച്ച് അതർ, അതൊക്കെ നോക്കാം. ഇനി കൺസ്യൂമർ ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെങ്കിൽ കൺസ്യൂമറിൻ്റെ
ഒപ്റ്റിമം ചോയ്സ് ഏതാണെന്ന് ചോദിക്കും 8 മാർക്കിന്. അപ്പോൾ നമ്മളവിടെ എന്താ ചെയ്യേണ്ടത്? കൺസ്യൂമർ എന്ന് പറഞ്ഞിട്ട് കൺസ്യൂമർ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻജോയ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ വിത്ത് ഹിസ് ഇൻകം. ഈ ഒരു പോയിന്റിൽ ബഡ്ജറ്റ് ലൈൻ ടാൻജന്റ് ടു ഡിഫറൻസ് കർവാണ്. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈനും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഡെൽറ്റ x2 ബൈ x1 ഈക്വൽ ടു മൈനസ് P1/P2 എല്ലാം ഈക്വൽ ആയിരിക്കും. അത് നമുക്ക് ഈ ഒരു ഫിഗർ നിങ്ങൾ വരച്ച് വെക്കുക. എന്നിട്ട് ഈ ഒരു പോയിന്റ് ഇ എന്ന് പറഞ്ഞ പോയിന്റ് ആണ് നമുക്ക് കൺസ്യൂമറിന്റെ ഒപ്റ്റിമം ചോയ്സ് എന്ന് പറഞ്ഞിട്ട് അത് എഴുതി വെക്കുക. ആ ഒരു പിക്ചർ വരയ്ക്കണം. ആ ഒരു പോയിന്റിലെ പ്രത്യേകത ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക കേട്ടോ. എന്തുകൊണ്ടാണ് ജി എന്ന് പറഞ്ഞ പോയിന്റും അതുപോലെ എഫ് എന്ന് പറഞ്ഞ പോയിന്റും നമ്മൾ സെലക്ട് ചെയ്യാനത്? ബിക്കോസ് അതിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ IC2 കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ. ദെൻ നമുക്ക് പിന്നീട് ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് നോക്കാനുള്ളത് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, പ്രൈസ് ഓഫ് ഗുഡ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ഇൻകം ഓഫ് കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കേട്ടോ. ചേഞ്ച് ഇൻ ഡിമാൻഡ്, ദെൻ പ്രൈസ് ഇലാസിറ്റി. ഡിമാൻഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡിമാൻഡ് കൂടാം കുറയാം, ഷിഫ്റ്റ് ആണ് വരുന്നത്. ദെൻ പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് അറിയണം കേട്ടോ. സപ്പോസ് 20 kg നമ്മൾ പ്രോബ്ലം വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. 20 kg ഉള്ള ഷുഗർ ഡിമാൻഡ് ചെയ്തത് 30 ആണ്. അതുപോലെ തന്നെ 35 രൂപയും ഉണ്ട്. 30 രൂപയ്ക്ക് 20 കിലോ വാങ്ങി. അതുപോലെ തന്നെ 35 രൂപയ്ക്ക് 12 കിലോ വാങ്ങി. അപ്പോൾ ഡെൽറ്റ പിയും ഡെൽറ്റ ക്യൂവും കണ്ടുപിടിക്കണം. ദെൻ അതിനുശേഷം ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തിട്ട് എടുക്കുക. അത് 1ന് മേലെയാണ് എങ്കിൽ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് കേട്ടോ. ദെൻ പിന്നീട് നിങ്ങൾ നോക്കേണ്ടത് 3rd ചാപ്റ്ററിലേക്ക് നമ്മൾ കടന്നു. ഇമ്പോർട്ടൻസ് മാത്രം മിസ് പറയുന്നുള്ളൂ കേട്ടോ. ഷോർട്ട് റൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഫാക്ടേഴ്സും ഒരെണ്ണം മാത്രം നമുക്ക് ചേഞ്ച് വരുത്താം, ബാക്കിയുള്ളതൊക്കെ ഫിക്സ്ഡ് ആയിരിക്കും കേട്ടോ. ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ റിഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ് എന്നൊക്കെ വിളിക്കും. ഇവിടെ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ്, ദ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ഇൻപുട്ട് ഇനീഷ്യലി റൈസ് ചെയ്ത് പിന്നീട് അത് ഫോൾ ചെയ്യുന്നു. ഈ ഒരു ഫിഗർ, അതായത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഫിഗർ വരയ്ക്കണം. ഈ ഒരു ഫിഗറാണ് അവിടെ വേണ്ടത് കേട്ടോ. അതായത് ഇനീഷ്യലി TPയും MP ഒക്കെ ഇനീഷ്യലി ഇൻക്രീസ് ചെയ്തിട്ട് പിന്നീട് അത് ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ആ ഒരു നിയമമാണ്. അതിൽ 3 സ്റ്റേജസ് ഉണ്ട്. ഇൻക്രീസ് റിട്ടേൺ ടു ഫാക്ടർ, അതുപോലെ തന്നെ ഡിമിനിഷ് റിട്ടേൺസ് ടു ഫാക്ടർ, നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടർ കേട്ടോ. റിട്ടേൺ ടു സ്കെയിലിന് വെച്ചാൽ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അവർ നമ്മൾ 3 സ്റ്റേജ് സെയിം ഉണ്ട്. ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയില്, കോൺസ്റ്റന്റ്, ഡിമിനിഷിങ്. ഇവരുടെ ഈ ഒരു ഫിഗർ നോക്കാം. ഇൻക്രീസിങ്, കോൺസ്റ്റന്റ്, ഡിമിനിഷിങ്. ഇതിൽ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിലിൻ്റെ ഫിഗറാണ്. കുറച്ച് കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇല്ലെങ്കിൽ ഇത് വരച്ച് വെക്കണം കേട്ടോ. ദെൻ നമ്മൾ കോസ്റ്റിലേക്ക് കടന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ഇസ് ദ. നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് കോസ്റ്റിൽ നിന്ന്. കാരണം TC, TFC, TVC, SAC, SMC, AVC, AFC ഇതൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ പ്രോബ്ലം വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട് കേട്ടോ. 4ാമത്തെ പാഠത്തിലേക്ക് കിടക്കുമ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 8 എണ്ണം ഉണ്ട്. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഹോമോജീനിയസ് പ്രോഡക്റ്റ്, ഫ്രീ മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ്, പെർഫെക്റ്റ് നോളജ് അബൌട്ട് ദി മാർക്കറ്റ്, ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ദി ഫേംസ്, നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, നോ സെല്ലിംഗ് കോസ്റ്റ്, യൂണിഫോം പ്രൈസ് കേട്ടോ. ദെൻ പിന്നീട് നമ്മൾ ഇവിടെ നോക്കേണ്ടത് പ്രൈസ് ലൈനും അതുപോലെ തന്നെ TR കർവും. അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ P = AR = MR. കണ്ട AR 10 തന്നെയാണ്, MR 10 ആണ്, പ്രൈസും 10 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിൻ. ARഉം MRഉം പ്രൈസ് ലൈനും ഡിമാൻഡും ഒക്കെ പാരലൽ ടു X ആക്സിസ് ആണ്. ദെൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് വെച്ചാൽ ഏത് പോയിന്റിലാണ് ആ ഫേമിന് മാക്സിമൈസേഷൻ ഓഫ് ഇറ്റ്സ് പ്രോഫിറ്റ്. കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? P = MC, MC ഷുഡ് ഇൻക്രീസിങ്, MC ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു മിനിമം പോയിന്റ് ഓഫ് AVC. ഫിഗർ വരയ്ക്കുക. അതായത് 3ന് 3 ഫിഗർ ഉണ്ട്. എല്ലാ ഫിഗറും കൂടി കാണിക്കുന്ന ഈ പ്രോഫിറ്റ് ഏരിയയും കൂടി കാണിക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ സപ്ലൈ കർവിലേക്ക് കടക്കാണ്. ഇവിടെ സപ്ലൈ കർവിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ, ടെക്നോളജി, ഇൻപുട്ട് പ്രൈസ്, യൂണിറ്റ് ടാക്സ് ആണ് കേട്ടോ മെയിനായിട്ട് വരുന്നത്. ദെൻ 5th ചാപ്റ്ററിലെ മാർക്കറ്റ് ഇക്വിലിബ്രിയം, എന്താണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് ചോദിക്കും, എന്താണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്നൊക്കെ ചോദിക്കും. ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈ. സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആവുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം. ആ
പോയിന്റിലുള്ള പ്രൈസാണ് ഇക്വിലിബ്രിയം പ്രൈസ്. ആ പോയിന്റിലുള്ള ക്വാണ്ടിറ്റി ആണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഇനി എക്സസ് ഡിമാൻഡ് എന്ന് വെച്ചാൽ ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവും. എക്സസ് സപ്ലൈ എന്ന് പറഞ്ഞാൽ സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവും. ഈ ഒരു ഫിഗറാണ് ഇതിന് നിങ്ങൾ വരയ്ക്കേണ്ടത് കേട്ടോ. നമുക്ക് മാർക്കറ്റ് ഇക്വിലിബ്രിയം ചോദിച്ചാൽ ഈ ഒരു ഫിഗർ വരച്ച് വെക്കുക. ദെൻ പ്രൈസ് ഫ്ലോർ. പ്രൈസ് ഫ്ലോർ എന്ന് വെച്ചാൽ എന്താ? പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി കൺസ്യൂമർ. പ്രൈസ് ഫ്ലോർ പ്രൊഡ്യൂസറിന്റെ ആണ്. പ്രൈസ് സീലിംഗ് ആണ് കൺസ്യൂമറിൻ്റെ കേട്ടോ. അപ്പോൾ പ്രൈസ് ഫ്ലോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി പ്രൊഡ്യൂസർ ദ ഗവൺമെന്റ് അനൗൺസ് എ മിനിമം പ്രൈസ് ഫോർ ദെയർ പ്രൊഡക്റ്റ്. അതായത് പ്രൈസ് ഫ്ലോർ ജനറലി ഹയസ്റ്റ് പ്രൈസ് ആയിരിക്കും. നോർമലി നമ്മളെ മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഹയസ്റ്റ് പ്രൈസ് ആയിരിക്കും. ആ ഒരു ഫിഗർ നോക്കുക. അതായത് മാർക്കറ്റ് പ്രൈസ് കുറവായിരുന്നപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് ലോസ് വരും. സോ ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ പ്രൊഡ്യൂസേഴ്സ് ഇൻട്രസ്റ്റ് ദ ഗവൺമെന്റ് വിൽ interfere in the market and fix a price that make profit to the producers. അങ്ങനെ വില കൂട്ടി കൊടുക്കുന്നതാണ് എന്ത്? പ്രൈസ് ഫ്ലോർ. ഈ ഒരു ഫിഗർ. അപ്പം നമുക്ക് എക്സസ് സപ്ലൈ ആണ് കേട്ടോ ഉണ്ടാവുന്നത്. ദെൻ പ്രൈസ് സീലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില കുറയ്ക്കുകയാണ്. അതിൻ്റെ സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോൾ റേഷനിങ്ങും ബ്ലാക്ക് മാർക്കറ്റിങ്ങും ഒക്കെയാണ് അതിൻ്റെ സിറ്റുവേഷൻ വരിക. ഇവിടെ കൺസ്യൂമേഴ്സിനെയാണ് ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. വില കൂടിക്കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിന് വാങ്ങാനുള്ള ബുദ്ധിമുട്ട് വരും. സോ ഗവൺമെൻറ് എന്ത് ചെയ്യും? വില കുറച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് എക്സസ് ഡിമാൻഡ് വരും. നമ്മൾ ഒരുപാട് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചാപ്റ്റർ 6 നമുക്കില്ല. ദെൻ നമ്മൾ പിന്നീട് മാക്രോ ഇക്കണോമിക്സിലേക്ക് കടക്കുകയാണ്. മാക്രോ ഇക്കണോമിക്സിൽ ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് 3 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ എമർജൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ്. ഈ എമർജൻസ് പഠിക്കാത്ത കുട്ടികൾ ഈ ഒരു എമർജൻസി എങ്കിലും പഠിക്കാം. ഓക്കെ, ഈ ഒരു എമർജൻസി എങ്കിലും ഫസ്റ്റ് പഠിക്കണം. എന്താണിതിൽ നല്ല ക്ലീൻ ആയിട്ട് പറയുന്നുണ്ട്. ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് ആയിരുന്ന ആദം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ, JB സാമുവൽസൺ അങ്ങനെ ഒരുപാട് പണ്ടത്തെ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുമാരുണ്ടായിരുന്നു. ദേ ബിലീവ്ഡ് ഇൻ ലേസിയസ് ഫെയർ അല്ലെങ്കിൽ ലോ ഓഫ് മാർക്കറ്റ് എന്നൊക്കെയാണ് അവരതിലാണ് ക്ലാസിക്കൽ തിങ്കേഴ്സ് എന്ത് ചെയ്തിരുന്നത്? വിശ്വസിച്ചിരുന്നത്. ദെൻ പിന്നീട് എന്താ ഉണ്ടായത്? അവർ സപ്ലൈ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നാണ് പറഞ്ഞത്. സപ്ലൈ തന്നെയാണ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദേ ബിലീവ്ഡ് ദാറ്റ് ഇൻവിസിബിൾ ഹാൻഡ് ഇറ്റ് വിൽ എൻഷുർ ഇക്വിലിബ്രിയം ആൻഡ് ഫുൾ എംപ്ലോയ്മെന്റ്. അതായത് അവർ പറഞ്ഞത് മാർക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇൻവിസിബിൾ ഹാൻഡ് ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കലി സപ്ലൈയും കൂട്ടും, പ്രൊഡക്ഷനും കൂട്ടും, ഡിമാൻഡൊക്കെ കൂട്ടും. ആ ഇൻവിസിബിൾ ഹാൻഡാണ് ഫുൾ എംപ്ലോയ്മെന്റ് തിയറി എന്നൊക്കെ അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവരുടെ ക്ലാസിക്കൽ ഐഡിയാസ് എല്ലാം റോങ് ആയിരുന്നു എന്ന് തെളിയിച്ചത് ഗ്രേറ്റ് ഡിപ്രഷൻ ആണ്. 1929 USA ഉണ്ടായിരുന്ന ആ ഒരു പീരീഡിൽ ഉണ്ടായിരുന്ന ആ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ആണ്. ആ സമയത്ത് എന്തൊക്കെ സംഭവിച്ചത്? എംപ്ലോയ്മെന്റ് റേറ്റ്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇൻക്രീസ് ആയി. ഔട്ട്പുട്ട് ഓഫ് USA ഫെൽ ഡൗൺ ആയി. പിന്നെ ഒരുപാട് മാറ്റങ്ങൾ. ഇത്ര മാത്രമല്ല കേട്ടോ. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് മാറി, ബാങ്കുകളെല്ലാം കൊളാപ്സ് ആയി. അങ്ങനെ USA ബാധിച്ച ഡിപ്രഷൻ എല്ലായിടത്തും എത്തി. പക്ഷേ ആ ഒരു പീരീഡിൽ 1936 ജോൺ മീനാർഡ് കീനസ് എന്ന് പറഞ്ഞ ആള് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു, ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻട്രസ്റ്റ് ആൻഡ് മണി. അക്കോർഡിംഗ് ടു കീനസ് ഔട്ട്പുട്ട് ഓഫ് എൻ ഇക്കോണമി ഡിറ്റർമിൻ ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അദ്ദേഹം പറഞ്ഞത് ഡിമാൻഡും ഔട്ട്പുട്ടൊക്കെ മൊത്തത്തിലുള്ള സപ്ലൈനെ ബാധിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ നിന്നാണ് എ ന്യൂ ബ്രാഞ്ച് ഉണ്ടായത്, ദാറ്റ് ഈസ് കോൾഡ് മാക്രോ ഇക്കണോമിക്സ്. അതുകൊണ്ട് തന്നെ ജെയിം കീനസിനെ മാക്രോ ഇക്കണോമിക്സിന്റെ ഫാദറായിട്ട് പറയുന്നു. ഇത്രയും എഴുതണം എമർജൻസി ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ. ദെൻ 4 സെക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫേം, ഹൗസ് ഹോൾഡ്, ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടർ. ഫേം എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ അവർ വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നു, എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കുന്നു, അല്ലേ? ദെൻ അവർ എക്കണോമിക് ഗ്രോത്തും ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാക്കുന്നു. ഹൗസ് ഹോൾഡ് ആരാ? ഇൻകം ഏൺ ചെയ്ത് ടാക്സ് ഒക്കെ അടച്ച് സേവ് ചെയ്യുന്നു, സ്പെൻഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ മണിയും വേജസ് ഒക്കെ റിസീവ് ചെയ്യുന്ന ആൾക്കാർ. ഗവൺമെന്റ് എന്ന് വെച്ചാൽ റെഗുലേറ്ററി റോളാണ്, ലോസ് ആൻഡ് എൻഫോഴ്സസ് അയക്കുന്നു, ഡെവലപ്മെന്റ് ഓഫ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ. എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ആണ്. ഇവിടെ ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ഇക്കോണമിയുടെ ഡിഫറൻസ് ഒന്ന് നോക്കാം. ഓക്കെ, ദെൻ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ദെൻ സെക്കൻഡ് ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ്. ഇവിടെ ഫൈനൽ ഗുഡ്സ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ്, കൺസ്യൂമബിൾ ഗുഡ്സ്. ഇതിൻ്റെ ഗുഡ്സിൻ്റെ കാറ്റഗറി അറിയാത്തവർ മിസ്സിൻ്റെ ക്ലാസ് കാണാം. ടൈപ്സ് ഓഫ് ഗുഡ്സ് ഉണ്ട്. നമുക്ക് 2-3 മാർക്കിനൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് ഇതേപോലെ പഠിക്കാം. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ they can define the period of time. ഫ്ലോ എന്ന് പറഞ്ഞാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണ്, അറ്റ് എ പോയിന്റ് ഓഫ് ടൈം അല്ല. സ്റ്റാറ്റിക് കൺസെപ്റ്റ് ആണ്, ഡൈനാമിക് കൺസെപ്റ്റ് ആണ്,
ടൈം ലിമിറ്റ് ഉണ്ട്, ടൈം ലിമിറ്റ് ഇല്ല. എക്സാമ്പിൾസ് നോക്കാം കേട്ടോ, സ്റ്റോക്കിൻ്റെയും ഫ്ലോയുടെയും. ദെൻ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം വരയ്ക്കാനായിട്ട് അറിയണം. ഫേം, ഹൗസ് ഹോൾഡ്. ഫേം സാധനങ്ങളും സേവനങ്ങളും ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു, അവർ തിരിച്ച് പൈസ കൊടുക്കുന്നു. ഫാക്ടർ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഫേം, ഫാക്ടർ സർവീസസ് ഹൗസ് ഹോൾഡിൻ്റെയാണ്. ഇവിടെ നിന്ന് മണി ഫ്ലോയും റിയൽ ഫ്ലോ എടുത്തത് അറിയണം. മണി ഫ്ലോ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? വേജും റെൻറ്റും കൊടുക്കുന്ന ഫാക്ടർ ഇൻകം ആണ്. റിയൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫാക്ടർ സർവീസസ് ആണ്. മണി, പിന്നത്തെ മണി ഏതൊക്കെയാണ്? എക്സ്പെൻഡിച്ചർ ഓൺ മണിയാണ്. മറ്റേത് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ദെൻ 3 മെത്തേഡ്സ് ഓഫ് മെഷറിങ് നാഷണൽ ഇൻകം. പ്രോഡക്റ്റ് മെത്തേഡ്, അതിൽ വാല്യൂ ആഡഡ് മെത്തേഡ് എന്നും കൂടി നമ്മൾ വിളിക്കും. ഇവിടെ നമ്മൾ ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെയും GVA കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. GVA കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കുക. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്താ? സെയിൽസ് ഇൻറ്റു മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ അതിൽ എഴുതി വെക്കുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് എന്താണ് GDP എന്നുള്ളത് എഴുതണം കേട്ടോ. സിഗ്മ GVA I=1 up to n എന്നുള്ള ഒരു ഫോമാറ്റിലും കൂടി ഇതിൽ എഴുതുക. ഇൻകം മെത്തേഡ് എന്ന് പറയുമ്പോൾ നാഷണലിൻ്റെ ഇൻകം സൈഡാണ്. ഇവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ്സുകളായ ഏതൊക്കെയാണ്? നമ്മുടെ റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. ഇതാണ് മെയിനായിട്ട് എഴുതേണ്ടത് കേട്ടോ. ബാക്കിയുള്ള ഇക്വേഷൻസ് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദെൻ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ 4 കൺസംഷൻ, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ്, X-M ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ മെത്തേഡായി. അപ്പോൾ ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, പ്രോഡക്റ്റ് മെത്തേഡ് കേട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് GDPനെ നമുക്ക് വെൽഫെയറിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് കാണാൻ സാധിക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നോ എന്നാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. ബിക്കോസ് GDP എന്താണെന്ന് ചോദിക്കും, നാഷണൽ ഇൻകം എന്താണെന്നൊക്കെ ചോദിക്കട്ടെ. ഇറ്റ് ഇസ് ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ബൗണ്ടറി ഓഫ് എ കൺട്രി ഇൻ എ പർട്ടിക്കുലർ ഇയർ. അതിൽ ഒരുപാട് ഫൈനൽ ഗുഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ഹാർംഫുൾ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഇൻഈക്വാളിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഒന്നാമത്തെ പോയിന്റ്. നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. എക്സ്റ്റേണാലിറ്റീസ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അങ്ങനത്തെ സെൻസിൽ നമുക്ക് GDPയെ നല്ലൊരു വെൽഫെയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. മണി ആൻഡ് ബാങ്കിൽ ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ഡ്രോബാക്സ് നോക്കുക. ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്, ആബ്സെൻസ് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ, ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ, ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഡെഫേർഡ് പേയ്മെൻറ്റ്. Then functions of money: primary, secondary, contingent. Primary the medium of exchange, measure of value. Secondary store of value, standard deferred payment, transfer of value. Then contingent functions like credit in the basis ആണ്, liquidity ഉണ്ട്, guarantor of solvency ആണ്, distribution of national income ആണ്. Then 3 തരം മോട്ടീവ്സ് ഉണ്ട് മണിയുടെ. ഡിമാൻഡ് ഫോർ മണി അല്ലെങ്കിൽ 3 മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ മോട്ടീവ്, സ്പെക്കുലേറ്റീവ് ആൻഡ് പ്രിക്കോഷണറി മോട്ടീവ്. ട്രാൻസാക്ഷൻ മോട്ടീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ജനങ്ങൾ കയ്യിൽ കാശ് വെക്കുന്നു അല്ലേ. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ. വോളിയം കൂടുന്തോറും ട്രാൻസാക്ഷനിൽ ഡിമാൻഡ് ഫോർ മണി ഓൾസോ ഇൻക്രീസസ്. അതിന് നമുക്കൊരു പീരീഡ് പോലൊക്കെ എഴുതാം. ഇത് A+ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലനേഷൻ ഒക്കെ പഠിക്കേണ്ടവർ പഠിക്കുക കേട്ടോ. നമുക്ക് ജസ്റ്റ് എങ്ങനെയായാലും ഒന്ന് അറിയണം. ദെൻ ഇതിലെ പോസിറ്റീവ് ഫ്രാക്ഷൻ ഏതാണെന്നൊക്കെ നോക്കുക. റിയൽ GDP അതായത് ഡിമാൻഡ് ഫോർ മണിയും GDP ഇൻക്രീസ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയും ഓൾസോ ഇൻക്രീസസ് എന്നാണ് പറയുന്നത്. സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് വെച്ചാൽ ഇൻ ഓർഡർ ടു മേക്ക് പ്രോഫിറ്റ് ഫ്രം സ്പെക്കുലേറ്റീവ് ബിസിനസ്. ഊഹ കച്ചവടം. വില കുറയുന്ന സമയത്ത് അസറ്റുകളൊക്കെ വാങ്ങി വില കൂടുമ്പോൾ മറിച്ച് വിൽക്കുക അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിനനുസരിച്ച് അതിൻ്റെ വില കൂടും കുറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ കയ്യിൽ കാശ് വെക്കുന്നുണ്ട്. അതാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. അപ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയുടെ ഇക്വേഷനൊന്നും എഴുതാ R max minus R ഡിവൈഡഡ് ബൈ R minus R min. പിന്നെ R maxും R minനും വെച്ചിട്ട് നമുക്ക് ലിക്വിഡിറ്റി ട്രാപ്പ് പഠിക്കാം. അതായത് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മിനിമത്തിൽ എത്തുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി പാരലൽ ടു എക്സ് ആക്സിസ് ആണ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ആ ഒരു പോയിന്റ് നമ്മൾ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് വിളിക്കുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സപ്ലൈ ഓഫ് മണി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് എഴുതുക. സപ്ലൈ ഓഫ് മണിയും മണി സപ്ലൈ, മണി മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ M1, M2, M3, M4 ആണ് കേട്ടോ എഴുതേണ്ടത്. ഇത് April 1, 1977 RBI പബ്ലിഷ് ചെയ്തതാണ്. ഇതിൻ്റെയൊക്കെ ഇക്വേഷൻ പഠിക്കുക. M1 ഉം M2 ആണ് നാരോ മണി, M3, M4 ബ്രോഡ് മണിയാണ്. M1 മോസ്റ്റ് ലിക്വിഡ് മണിയാണെങ്കിൽ M4 ലീസ്റ്റ് ലിക്വിഡ് മണിയാണ്. M3നെയാണ് അഗ്രിഗേറ്റ് മണി റിസോഴ്സ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. സെൻട്രൽ ബാങ്ക് എന്ന് വെച്ചാൽ എന്താ? സെൻട്രൽ ബാങ്ക് ഈസ് നോൺ ആസ് RBI, എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1935
Functions, control of money supply, issue currency note, banker's bank, banker to the government, lender of last resort, custodian of foreign exchange reserve. ഇവിടെ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ് നോക്കാട്ടോ. പ്രൈമറി ഫങ്ഷൻസ് ഉണ്ട്, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ഗിവിംഗ് ലോൺസ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതുപോലെ ക്രെഡിറ്റ് ക്രിയേഷൻ, ഇൻവെസ്റ്റ്മെന്റ്. സെക്കൻഡറിയിലെ ഏജൻസി ഫങ്ഷൻസ്, മിസലേനിയസ് ഫങ്ഷൻസ് നമുക്ക് ഉണ്ടാക്കി എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. മോണിറ്ററി സപ്ലൈ ഓഫ് അല്ലെങ്കിൽ കൺട്രോൾ, ഹൗ ടു, വാട്ട് ആർ ദ പോളിസീസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ സെൻട്രൽ ബാങ്ക് ഇൻ ഓർഡർ ടു കൺട്രോൾ മണി സപ്ലൈ. അപ്പോൾ എങ്ങനെയാണ്, കുറച്ച് മോണിറ്ററി പോളിസീസ് ഉണ്ട്. ബാങ്ക് റേറ്റ്, CRR, SLR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. എല്ലാം ഇൻഫ്ലേഷൻ്റെ സമയത്ത് കൂട്ടിയിട്ട് ഡിഫ്ലേഷൻ്റെ സമയത്ത് കുറയ്ക്കുന്നു. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഇൻഫ്ലേഷൻ്റെ സമയത്ത് വിറ്റ് ഡിഫ്ലേഷൻ്റെ സമയത്ത് പർച്ചേസ് ചെയ്യുന്നു കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇവിടെ എന്താണ് നെക്സ്റ്റ് ചാപ്റ്ററിൽ എക്സാൻഡ് എക്സ്പോസ്ഡ്. എക്സാൻഡ് എന്ന് വെച്ചാൽ എന്താ, പ്ലാൻഡ് ഓർ ഇൻറ്റൻഡ് വാല്യൂ അല്ലെങ്കിൽ പ്ലാൻഡ് ഓർ ഡിസൈഡ് വാല്യൂ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഓർ റിയലൈസ്ഡ് വാല്യൂ, നമ്മൾ വിചാരിച്ചത് എന്ത് നമുക്ക് കിട്ടിയത് എന്ത്. APC എന്ന് പറഞ്ഞാൽ C/Y ആണ്, APS എന്ന് പറഞ്ഞാൽ S/Y ആണ്, MPC എന്ന് പറഞ്ഞാൽ ഡെൽറ്റ C/Δy ആണ്, MPS എന്ന് പറഞ്ഞാൽ ഡെൽറ്റ S/Δy ആണ്. ഇത് ഈ ഒരു ഇക്വേഷൻ നോക്കാം. APCയും APSും കൂട്ടിക്കിട്ടിയ ഒന്നാണ്, MPCയും MPSും കൂട്ടിക്കിട്ടിയ ഒന്നാണ് കേട്ടോ. ദെൻ കൺസംഷൻ ഫംഗ്ഷൻ എന്താ, C bar plus CY ആണ്. C bar ഓട്ടോണമസ് കൺസംഷൻ ആണ്, C MPC ആണ്, Y ഇങ്ക് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ 2 sector മോഡലിൽ കൺസംഷൻ ഡിമാൻഡും ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. അതൊക്കെ ചെയ്തിട്ട് A bar plus CY ആണ് ഇക്വേഷൻ വരിക. എക്വിലിബ്രിയം ഇൻകം ഇൻ 2 sector മോഡൽ ചോദിച്ചു കഴിഞ്ഞാൽ എഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ടു എഗ്രിഗേറ്റ് സപ്ലൈ. അതിനെയാണ് നമ്മൾ എക്വിലിബ്രിയം ഇൻകം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കാനുള്ളത് A bar by 1 - C ആണ് കേട്ടോ. ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ 2 sector മോഡൽ വെച്ചാൽ ഇതാണ് അതിന്റെ ഗ്രാഫ്, നിങ്ങൾ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ പിന്നീട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ചാപ്റ്റർ 5ലേക്ക് പോവാണ്. ഇവിടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ്, അലോക്കേറ്റീവ് ഫംഗ്ഷൻ, റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ ട്ടോ. പിന്നെ റവന്യൂ റിസീപ്റ്റ്, ക്യാപിറ്റൽ റിസീപ്റ്റ്, ഇതിനൊക്കെ എക്സാമ്പിൾസ് പഠിക്കാം. എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് ബഡ്ജറ്റും കമ്പോണൻസും, അത് ഈ ഒരു ഫ്ലോ ചാർട്ടാണ് വരയ്ക്കേണ്ടത്. ഗവൺമെന്റ് ബഡ്ജറ്റിൽ റവന്യൂ ബഡ്ജറ്റ് ഉണ്ട്, ക്യാപിറ്റൽ ബഡ്ജറ്റ് ഉണ്ട്. റവന്യൂ ബഡ്ജറ്റിൽ റവന്യൂ റിസീപ്റ്റ് ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ക്യാപിറ്റൽ റിസീപ്റ്റും ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്. ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ, പ്ലാൻ റവന്യൂ, നോൺ പ്ലാൻ റവന്യൂ, പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, നോൺ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ദെൻ സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ റിസീപ്റ്റ് കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവും, ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ റിസീപ്റ്റ് കുറവും എക്സ്പെൻഡിച്ചർ കൂടുതലും. ബാലൻസ്ഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എന്താണ്, സർപ്ലസും ഇല്ല ഡെഫിസിറ്റും ഇല്ല, രണ്ടും ഈക്വലായി നിൽക്കുമ്പോൾ ബാലൻസ്ഡ് ആവും കേട്ടോ. ദെൻ മെഷേഴ്സ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ് ഡെഫിസിറ്റ്, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. മെഷേഴ്സ് അത് ബാലൻസ്ഡ് ബഡ്ജറ്റ്, അൺബാലൻസ്ഡ് ബഡ്ജറ്റ്. പിന്നെ ടൈപ്സ് ഓഫ് ഗവൺമെന്റ് ഡെഫിസിറ്റ് ചോദിച്ചാൽ ബഡ്ജറ്റ് ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ് കേട്ടോ. ഇതിൽ പ്രൈമറി ഡെഫിസിറ്റും ഉണ്ട്, 4 എണ്ണം ഉണ്ട്. ഇവിടെ പിന്നെ നിങ്ങൾ നന്നായി നോക്കേണ്ടത് എത്ര നോക്കിയാൽ മതി, ഫസ്റ്റത്തെ പാഠത്തിൽ തിയറി. 6ാം പാഠത്തിലും ചെറിയ ടോപ്പിക്കുകൾ എന്നതിലുള്ളൂ. ബാലൻസ് ഓഫ് പേയ്മെന്റ്, ബാലൻസ് ഓഫ് ട്രേഡ്. അതായത് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി വിസിബിൾ എക്സ്പോർട്ട് ആൻഡ് വിസിബിൾ ഇമ്പോർട്ട്. അതായത് നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റിലെ ഓൾ ട്രാൻസാക്ഷൻസ്, ഗുഡ്സും സർവീസസും വരുന്നുണ്ട്. ബാലൻസ് ഓഫ് ട്രേഡിലെ കാണാൻ കഴിയുന്ന ഗുഡ്സുകൾ, അതായത് ഗുഡ്സിൻ്റെ മാത്രം. പിന്നെ 3 രീതിയിൽ എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. ഫ്ലെക്സിബിൾ, ഫിക്സഡ്, മാനേജർ, ഫ്ലോട്ടിങ്. ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ അവിടെ ഫ്ലെക്സിബിൾ ഓൾസോ നോൺ ആസ് ഫ്ലോട്ടിങ്. ഇവിടെ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് തീരുമാനിക്കുന്നത്. സെൻട്രൽ ബാങ്കിന് അവിടെ റോളൊന്നുമില്ല. ഫിക്സഡ് എന്ന് പറയുമ്പോൾ അവിടെ സെൻട്രൽ ബാങ്കിന് റോളുണ്ട്, അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. പെഗ്ഡ് എന്ന് നമ്മൾ വിളിക്കുന്നു. മാനേജർ, ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും മിക്സ്ചർ ആണ്. അപ്പോൾ ഇത്രയും ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഇത് മലയാളം സ്റ്റുഡൻസിനെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങളെല്ലാവരും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സുകളെല്ലാം ഓരോ പാഠത്തിൽ നിന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. സോ എല്ലാവരും ഇതുവരെയുള്ള എല്ലാ വീഡിയോസും കണ്ട് മാക്സിമം ട്രൈ യുവർ സെൽഫ്. ഓക്കെ എവ്രി വൺ, താങ്ക് യു സോ മച്ച്.